നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് കോൺസെപ്റ്റ്സ് ഓഫ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ആണ്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിങ്ങിനെ കുറിച്ച് പഠിക്കുന്നത്? അതിന് മുന്നേ ഉണ്ടായിരുന്ന മറ്റൊരാളാണ് പ്രൊസീജിയർ ഓറിയന്റഡ് പ്രോഗ്രാമിംഗ്. അപ്പോൾ പ്രൊസീജിയർ ഓറിയന്റഡ് പ്രോഗ്രാമിങ്ങിനെ കുറിച്ച് നമ്മൾ കുറച്ച് ഭാഗം ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നുണ്ട്. എന്നിട്ടാണ് നമ്മൾ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിലേക്ക് പഠിക്കുന്നത്. ബേസിക് ആയിട്ട് അതിന്റെ കോൺസെപ്റ്റ്സ് എന്താ, ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ആണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുന്നത്. 7ഓളം കോൺസെപ്റ്റുകൾ, ബേസിക് കോൺസെപ്റ്റുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ പറയട്ടെ, രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. എന്തായിട്ട്? ഒന്ന് പ്രൊസീജിയർ ഓറിയന്റഡ് പ്രോഗ്രാമിംഗ്, നമുക്കതിന് പോപ്പ് എന്ന് വിളിക്കാം കേട്ടോ. അത് നമ്മൾ ഈ ചാപ്റ്ററിൽ വരുന്നതല്ല, ആ ഒരു ഇൻട്രൊഡക്ഷൻ ഭാഗത്ത് നമുക്ക് പറയുന്നുണ്ട്. പിന്നൊന്ന് പറയുന്നതാണ് ഊപ്സ്, അതാണ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ്. അതിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ എന്തുകൊണ്ട് പ്രൊസീജിയർ ഓറിയന്റഡ് പ്രോഗ്രാമിംഗിൽ നിന്ന് നമ്മൾ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിങ്ങിനെ കുറിച്ച് പഠിക്കുന്നു? അപ്പൊ അവിടെ അതിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടാവും. അതൊക്കെ ഓവർകം ചെയ്തിട്ട് നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്നത്, അതായത് ഒന്നുമില്ല, പ്രോഗ്രാമിംഗിന്റെ രീതികളാണ്. പ്രോഗ്രാമിംഗ് പാരാഡിഗം എന്ന് പറയും. പ്രോഗ്രാമിംഗിന്റെ വ്യത്യസ്ത രീതികളാണ്. രണ്ടായിട്ട് തിരിച്ചിട്ട് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഒന്ന് POP, ഒന്ന് പിന്നെന്താണ് ഊപ്സും ആണ്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ.